എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് പറയുന്ന വിഷയം 2026 പുതുവർഷ സംബന്ധമായി രാശിക്കൂർ ഫലമാണ്. രാശിക്കൂർ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതും കർക്കിടകൻ രാശിയുടെ ഫലമാണ്. കർക്കിടകൻ രാശിക്കൂറിന്റെ ഫലമാണ്. ഇവർക്ക് വേഴം 12-ലും ജൂൺ 2-ന് ശേഷം വേഴം ജന്മത്തിലും, അതായത് കർക്കിടകൻ രാശിയിലേക്ക്, ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും വരുന്ന ഒരു സമയം. അപ്പൊ ഇങ്ങനെയാണ് ഈ 4 ഗ്രഹങ്ങളുടെ ഗോചരപരമായ നിൽപ്പ്. അപ്പൊ 4 ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ ഈ ജാതകർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്, ഈ കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ കർക്കിടകൻ രാശിയിൽ വരുന്ന രാശിക്കൂറുകാരുടെ, നക്ഷത്രക്കാരുടെ പുതുവർഷത്തെ രാശിക്കൂറ് ഫലം ഞാൻ പറഞ്ഞല്ലോ. വേഴം 12-ലും ജൂൺ 2-ന് ശേഷം ജന്മത്തിലും വരും. ജന്മം എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയിലേക്കാണ് വേഴം വരുന്നത്. ജൂണിന് ശേഷം ജൂൺ 2-ന് ശേഷം. അപ്പൊ ജൂൺ ആദ്യം തന്നെ വരും. അപ്പൊ ജൂണിന് ശേഷം വേഴം ഈ കർക്കിടകൂറിലേക്ക്, ജന്മരാശിയിലേക്ക് വരികയാണ്. അത് ഗുണകരമാകും. കാരണം വേഴം ജന്മത്തിൽ നിന്നാൽ ചിലപ്പോൾ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും കർക്കിടകൂറ് എന്ന് പറഞ്ഞാൽ, കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ വേഴത്തിന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ, വേഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ആ ഉച്ചരാശിയിൽ നിൽക്കുന്ന, ആ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഗുണകരമാവും കാര്യങ്ങൾ. അപ്പൊ അതിന് ഗുണകരമാവുന്ന വിധത്തില് കാര്യങ്ങൾ വന്ന് സംഭവിക്കും ഈ 2026 ഈ കർക്കിടകക്കൂറുകാർക്ക്. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളോട് പറയാം. 2026 ജൂൺ 2-ന് ശേഷമാണ് വേഴം കർക്കിടകൻ രാശിയിലേക്ക് വരുന്നത്. അതുവരെ വേഴം 12-ലായിരിക്കും. 12-ലെ വേഴം അത്ര ഗുണകരമാകണമെന്നില്ല, ഇല്ലേ? എന്നാൽ സർവേശ്വര ഗ്രഹമായ വേഴം, ധനകാരകനായ വേഴം, അത് ഉച്ചരാശിയിലേക്ക് വരികയാണ്. അതായത് കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക്, കർക്കിടകക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ 2026 ജൂൺ 2-ന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ പല കാര്യങ്ങളും വന്ന് ചേരുന്നതാണ്. സന്തോഷവും സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ 2026. സമ്പത്തുണ്ടാകും, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. കാരണം വേഴം ധനകാരകനാണ്. അപ്പൊ ധനകാരകൻ അവിടെ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ, ധനകാരകനായ വേഴം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഞാനിത് കൂടുതൽ ഇങ്ങനെ വിസ്തരിച്ചു പറയുന്നത് ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ ദോഷം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എന്നിരുന്നാലും ഇത് വിസ്തരിച്ച് പറഞ്ഞാലേ ചിലവർക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കാര്യങ്ങൾ പല ആവർത്തി വിസ്തരിച്ചു പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ശനി 9-ലാണ്, രാഹു 8-ലാണ്, കേതു 2-ലാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സർവേശ്വര ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ വേഴം എന്ന ഗ്രഹം
സർവേശ്വര ഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പൊ ഉച്ചരാശിയിൽ നിൽക്കുന്ന വേഴം പ്രസാദിച്ചാൽ ഈ ജാതകരുടെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയും 2026 ഇവർക്കുണ്ടാവും. തൊഴിൽപരമായ പുരോഗതി ഇവർക്കുണ്ടാവും. തൊഴിലിൽ നേട്ടങ്ങളുണ്ടാവും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രമോഷൻ ഉണ്ടാവും. പിന്നെ സ്ഥിരമായി ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ ജോലിയിൽ ചിലപ്പോൾ സ്ഥിരത ഇല്ലാതെ വന്നിരുന്നെങ്കിൽ അവർക്ക് ആ ജോലി സ്ഥിരമാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതായത് ജോലി സ്ഥിരതയുണ്ടാവും. ഇവരെ സംബന്ധിച്ച് കർമ്മപുഷ്ടി ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ, കർമ്മങ്ങളിൽ, കാര്യങ്ങളിൽ എല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ആത്മീയ കാര്യങ്ങളിൽ ചിന്തകൾ വരുന്ന ഒരു സമയമാണ്. വേഴത്തെ കൊണ്ട് ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ് വേഴത്തെ കൊണ്ട്. അപ്പൊ വേഴം ഉച്ചരാശിയിലാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഗുരുക്കന്മാരെയും ഗുരു കാരണവന്മാരെയൊക്കെ ആദരിക്കാനും അവരെ പ്രീതിപ്പെടുത്തുവാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ നല്ല സമയം കണ്ടെത്തുന്ന ഒരു വർഷമാണ് 2026. വരുമാന വർധനയുണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് വേഴം ധനകാരകനാണ്. ധനകാരകനായ വേഴമാണ് ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധനനേട്ടങ്ങൾ ഉണ്ടാകും. വരുമാന മാർഗങ്ങൾ ഒന്നിനൊന്നായി മെച്ചപ്പെടുന്ന അവസ്ഥയും ഇവർക്ക് ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും. ബിസിനസ് പരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടക്കാർക്ക്, വ്യാപാരം ചെയ്യുന്നവർക്ക് എല്ലാം നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ബിസിനസ്സിലും കച്ചവട സംബന്ധമായ കാര്യങ്ങളിലെല്ലാം പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായ ഭദ്രതയുണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനും ഇവർക്ക് അതിനുള്ള അവസരം വരും. ആഡംബര കാര്യങ്ങൾ. എന്നാൽ ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അതായത് ചെലവുകൾ ഇവർ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് അവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ചെലവുകൾ ചുരുക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പ്രേമകാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു വർഷമാണ്. പ്രണയിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്കെല്ലാം നല്ല ഒരു സമയമാണ് 2026. മംഗളകാര്യങ്ങളിൽ സംബന്ധിക്കാൻ അവസരങ്ങൾ ഇവർക്കുണ്ടാകും. അല്ലെങ്കിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇടയുണ്ട്. ഗ്രഹപ്രവേശനം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രഹപ്രവേശനം നടത്താനും, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണിയാനും, അല്ലെങ്കിൽ വീടും സ്ഥലവും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനും അവസരങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2026 ഇവരെ സംബന്ധിച്ച്. പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനൊക്കെ ഒരു സമയം ചെലവഴിക്കും. ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. കാരണം വേഴത്തെ കൊണ്ടാണ് അങ്ങനെ അത് തോന്നിപ്പിക്കുന്നത്. കുടുംബത്തിൽ ഭദ്രതയുണ്ടാകും. കുടുംബ ഭദ്രതയുണ്ടാകും. ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകും. അപ്പൊ നേരത്തെ ഇവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളവരാണെങ്കിൽ ഇതോടുകൂടി ക്ലേശങ്ങൾ ഒഴിയാനുള്ള സാഹചര്യങ്ങൾ 2026 വന്നു ചേരും. ഐക്യവും സമാധാനവും ഇവർക്ക് ഉണ്ടാകും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിയും. ഒരു തീരുമാനം എടുക്കാതെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ, എന്നാൽ ഈ സമയം ഈ 2026 അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ ഇവർക്ക് കഴിയും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്.
വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം കിട്ടുന്നതാണ്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ ഒരു വർഷമാണ് 2026. അവർക്ക് പഠനത്തിൽ ഉന്നതിയിലെത്താനും പഠനോപകരണങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ അതേപോലെയുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉയർന്ന പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ ഈ 2026 കർക്കിടക കൂറുകാരുടെ രാശിക്കൂറ് ഫലമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.